ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സൈബർ ക്രൈമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പലതരം തട്ടിപ്പുകളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇതാ പുതിയൊരു തട്ടിപ്പ്. കോഴിക്കോട് സിറ്റി പോലീസ് പരിധിയിൽ സ്ഥിര താമസമാക്കിയ രാജസ്ഥാൻ സ്വദേശിയും 67കാരനുമായ ഡോക്ടർ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളായിരുന്നു. ഇദ്ദേഹം പലരെയും സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 ജനുവരി മാസം അവസാനത്തിലെ ഈ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. രാജസ്ഥാനിലെ തുങ്കർപൂർ സ്വദേശിയായ അമിത് ജെയിൻ എന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയും ഒരേ സമുദായമാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുമായി അയാൾ വളരെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നു. രാജസ്ഥാനിലെ ഒരു ആരാധനാലയത്തിൽ മുന്നു പോയിരുന്ന ആ ഡോക്ടർ സ്വന്തം നമ്പറും മേൽവിലാസവും എല്ലാം അവിടെ നൽകിയിരുന്നു. അദ്ദേഹം ആ ആരാധനാലയത്തിൽ നൽകിയ നമ്പർ അമിത് ജെയിൻ ശേഖരിച്ചാണ് ഈ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തത്. ആ തട്ടിപ്പുകാരനായ അമിത് ജെയിൻ ഈ ഡോക്ടറിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ പലതരം മാർഗങ്ങളാണ് ഉപയോഗിച്ചത്. ആദ്യം തന്റെ ജനിച്ചു വീണ കുട്ടിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വ്യാജരേഖകൾ ഉണ്ടാക്കി ആ ഡോക്ടർക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് അതിനുവേണ്ട സഹായം വേണമെന്ന് ഈ അമിത് അഭ്യർത്ഥിക്കുന്നു. വിശ്വസിച്ച ഡോക്ടർ ഈ അമിത്തിനെ പണം നൽകി സഹായിക്കുന്നു. പിന്നൊരിക്കൽ തന്റെ കുടുംബം കടക്കണിയിലാണെന്നും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് തങ്ങൾക്കെന്നും ആ ഡോക്ടറെ പറഞ്ഞ് അമിത് വിശ്വസിപ്പിക്കുന്നു. സേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ള ആ 67കാരനായ ഡോക്ടർ വീണ്ടും ആ തട്ടിപ്പുകാരനായ അമിത്തിനെ പണം നൽകി സഹായിക്കുന്നു. പിന്നീട് പല പല ആവശ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഈ തട്ടിപ്പുകാരനായ അമിത് ചൂഷണം ചെയ്യുകയും കടമായി വലിയ വലിയ തുകകൾ മേടിച്ചെടുക്കുകയും ചെയ്യുന്നു. ആദ്യം ആ ഡോക്ടറെ കയ്യിൽ നിന്ന് അമിത് 5000, 10,000 ഒക്കെയാണ് മേടിച്ചിരുന്നത്. പിന്നീട് എമൗണ്ടിന്റെ വലിപ്പം കൂടി ലക്ഷങ്ങളായി ചൂഷണം ചെയ്യല്. 4,80,00,000 രൂപയാണ് ആ തട്ടിപ്പുകാരനായ അമിത് ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്തത്. കുറച്ചു നാൾ കഴിഞ്ഞ് ആ ഡോക്ടർ അമിത്തിനോട് കടം കൊടുത്ത പണം തിരികെ ചോദിക്കുന്നു. അപ്പോൾ ആ പണം തിരികെ കൊടുക്കാതിരിക്കാനും ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് വീണ്ടും പണം തട്ടിയെടുക്കാനും ഒക്കെ ഈ അമിത് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാട്ടിക്കൂട്ടിയത് എന്ന് കോഴിക്കോട് DCP അരുൺ കെ പവിത്രൻ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ഇത്രത്തോളം പൈസ കൊടുത്തല്ലോ, അത് തിരിച്ചു കിട്ടണം. അപ്പം അന്നേരം ഈ പറയുന്ന ഫ്രോഡ്സ്റ്റേഴ്സ് അവരുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നൊരു മോഡൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പം കുറച്ച് ലാൻഡ് ഉണ്ട്, ഈ ലാൻഡ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പൈസ നിങ്ങൾക്ക് തിരിച്ചു വരാണ്ട് സാധിക്കും. പക്ഷേ ഇത് കുറച്ച് പ്രശ്നത്തിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കടവും വീട്ടാൻ വേണ്ടി പറ്റും, എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള കടവും വീട്ടാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ ഇദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ഇദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള എഫേർട്ടായിട്ട് വീണ്ടും പൈസ കൊടുക്കുന്നു. അപ്പം അങ്ങനെ കുറേ ലക്ഷങ്ങൾ പോയി. പിന്നെ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞു, ASP ആണെന്ന് പറഞ്ഞു, SP ആണെന്ന് പറഞ്ഞു, DIG ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല വ്യക്തികൾ കോൺടാക്ട് ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന ലാൻഡിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മറ്റൊരു കമ്മ്യൂണിറ്റി അവിടെ താമസിക്കേണ്ടത് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതൊരു കമ്മ്യൂണൽ ലഹളയിലേക്കൊക്കെ പോയി, ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ ഇതിനൊക്കെ ഈ കോൾ ചെയ്ത ആളാണ് കാരണക്കാരനെന്നും അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അപ്പം അയാൾ അറസ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് കാശ് കിട്ടില്ല. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തോട് വീണ്ടും പൈസ ആവശ്യപ്പെട്ടു. വീണ്ടും ആ ഒരു കാരണം, ഇദ്ദേഹം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും കുറേ ലക്ഷങ്ങൾ, 10-20 ലക്ഷം രൂപയൊക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു. ലാസ്റ്റ് ഇത് എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോൺ വിളിക്കുന്ന വ്യക്തി അമിത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരായിട്ട് പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് നോട്ടിൽ നമ്മുടെ പരാതിക്കാരനായ ഡോക്ടറിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്നത്. അപ്പം ഇദ്ദേഹം കേസിൽ പെടുമെന്നുള്ളൊരു സിറ്റുവേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. അവിടെ നിന്നുള്ള ഓഫീസേഴ്സ് അത് പറഞ്ഞത് വിളിക്കുന്നു. അപ്പം അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പൈസ ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പം അന്നേരം വീണ്ടും പൈസ അയച്ചു കൊടുക്കാനുള്ള പൈസ അറേഞ്ച് ചെയ്യാനുള്ള രീതിയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഗോൾഡ് ബ്ലഡ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് വൈഫ് മകനോട് പറയുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് മകൻ അറിയുന്നതും ഈ എൻ്റയർ ഫ്രോഡ് നടന്നതിനെ പറ്റിയുള്ള വിവരം കിട്ടുന്നത്. അപ്പം അത് മകനോടൊന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇതിനും കൂടുതൽ തുക ചിലപ്പം നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ അദ്ദേഹം മറ്റാരെങ്കിലും കടം മേടിച്ചിട്ട് അല്ലെ ലോൺ എടുത്തിട്ടൊക്കെ ഇവർക്ക് പൈസ കൊടുക്കുന്ന സിറ്റുവേഷനിലേക്ക് മേ ബി എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. എന്തായാലും ആ ഡോക്ടറുടെ ഭാര്യയ്ക്ക് ഇതിനെ പറ്റിയിട്ട് മകനോട് പറയാൻ തോന്നിയത് നന്നായി. ഇല്ലെങ്കിൽ ബാക്കിയുള്ള പണവും സ്വർണ്ണവും ഒക്കെ പോയേനെ. തട്ടിപ്പുകാരനായ അമിത്തിന്റെ വാക്ക് കേട്ടിട്ട് ഈ മണ്ടൻ ഡോക്ടർ വല്ലവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു കൊടുത്തിരുന്നെങ്കിലോ, വല്ല ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ ബന്ധുക്കളെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്തു കൊടുത്തിരുന്നെങ്കിലോ, കുടുംബം മുഴുവൻ കടക്കണിയിലായേനെ. എന്തായാലും ആ ഡോക്ടർക്ക് വലിയ വിശാല മനസ്കതയാണ്. വിശാല മനസ്കത ഉണ്ടാവുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം. മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അത് അർഹതയുള്ളവർക്ക് കൊടുക്കാൻ പാടും. അവരെ കുറിച്ചിട്ട് അന്വേഷിക്കണം.
ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാട്ടിക്കൂട്ടരുത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കൂ. എന്തായാലും ഇതറിഞ്ഞ ആ ഡോക്ടറുടെ മകൻ പരാതി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് സൈബർ പോലീസ് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറിനെ വിളിച്ച ഫോൺ നമ്പറും പണം നൽകിയ ബാങ്ക് അക്കൗണ്ടും കേന്ദ്രീകരിച്ച് കോഴിക്കോട് സൈബർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.